ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ തജ്വീദിലെ 3ാം പാഠമാണ് ഇന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അസ്റിഫാത്തുൽ ഹുറൂഫ്, ഹറഫുകളും അതിൻ്റെ വിശേഷണങ്ങളുമാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഈ പാഠം ഒന്ന് വായിക്കാം. 5 കോളങ്ങളിലായിട്ടാണ് പാഠമുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ എന്താണ്? അസ്റിഫാത്തു. രണ്ടാമത്തത് അൽ ഹുറൂഫ്, 3 ഉദ്ദേശം. ഇങ്ങനെ 3 കോളത്തിൽ ഉണ്ട്. അതുപോലെ താഴേക്ക് ഒരു 6 കോളം അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സിഫത്ത് ഹംസ് എന്ന സിഫത്താണ്. അതിൻ്റെ അക്ഷരങ്ങൾ ഫ, ഹ, സ, ഹ, ഷീന്, ഹ, സ്വാദ്, സീന്, കാഫ്, ത എന്നിവയാണ്. അപ്പോൾ ഈ ഹറഫുകളുടെ ഉദ്ദേശം മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോകുന്നു എന്നുള്ളതാണ്. ഫ, ഹ, സ, ഹ, ഷ, ഹ, സ്വ, സ, ക, ത എന്ന് നമ്മൾ അക്ഷരങ്ങൾ മൊഴിയുമ്പോൾ ചെറിയ കാറ്റ് പുറത്തു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അതാണ് അതിൻ്റെ ഉദ്ദേശം. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോകുന്നു. അതായത് നമ്മൾ ഫ, ഹ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തില്ല, ഊതൽ ദുർബലമാണ്. അമിതമായി ബലം പ്രയോഗിച്ചൊന്നും നമ്മൾ ഉച്ചരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ എളുപ്പത്തിൽ പഠിക്കാം. ഫ, ഹസ്, ഹഷ, ഹ്, ശ്വാസ, കത്ത് അങ്ങനെ പഠിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സിഫത്ത് റിഹ്വ് എന്നുള്ളതാണ്. എന്താണ് റിഹ്വിൻ്റെ അക്ഷരങ്ങൾ? ഏതെല്ലാമാണ്? ഹ, ദാല്, ഗൈന്, സ, ഹ, ള, ഫ, ളാദ്, ഷീന്, വാവ്, സ്വാദ്, സായ്, യാ, സീന്, അംസ്, ഹ എന്നിവയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ പറയാം? ഹദ, സഹല, ഫവാഷ്, വഷസ്, യസാഹ് അങ്ങനെ പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉദ്ദേശം മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. മറ്റേത് നമ്മൾ ഒന്നാമത് പറഞ്ഞത് ശ്വാസം ഉച്ചാരണം ദുർബലമായതിനാൽ എന്നാണ്. എന്നാൽ ഇവിടെ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കുക. നമ്മൾ ഒന്നാമത്തെ പറഞ്ഞത് ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് ഇസ്തിഇലാ. ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങളാണ് ഹ, സ്വാദ്, ളാദ്, ഗൈന്, ത്വാ, ഖാഫ്, ളാ എന്നിവ. ഇതിനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഖുസ്ലുഇൻ ഖിൽ, ഖുസ്ലുഇൻ ഖിൽ എന്ന് പറഞ്ഞ് പഠിച്ച് അങ്ങനെ അതിൽ നിന്ന് അക്ഷരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ ഉദ്ദേശം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. വേണമെന്ന് ഉച്ചരിച്ച് നോക്കൂ. ഹ, സ്വ, ള, ഖ, ത്വ എന്നൊക്കെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നാലാമത്തത് ഇത്ബാഖ്. ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ 4 സ്വാദ്, ളാദ്, ത്വാ, ളാ. അത് 4 നമുക്ക് പ്രത്യേകം പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. അതിൻ്റെ ഉദ്ദേശം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി നാലാമത്തത് കൽക്കല. കൽക്കല എന്ന് പറഞ്ഞാൽ മുഴക്കം അല്ലേ? ഖുതുബ്, ജദ് ആ അക്ഷരങ്ങൾക്ക് തന്നെ എന്തൊരു മുഴക്കം ഉണ്ട്. അപ്പോൾ 1, 2, 3, 5 അക്ഷരങ്ങളാണ്. ഖുതുബ്, ജദ് എന്ന് അതിന്
പ്രതിപാദിക്കാവുന്നതാണ്. അതിന് എളുപ്പത്തിൽ നമുക്ക് ഉച്ചരിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സാക്കിനായാലും ഹറക്കത്തുള്ള പോലെ വ്യക്തമാക്കുക എന്നുള്ളത്. വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം. അപ്പോൾ കാഫിന് സുക്കൂനാണെങ്കിൽ നമ്മൾ ത്വ എന്ന് തന്നെ പറയണം. ത്വാഇന് സുക്കൂനാകുമ്പോൾ ത്വ എന്ന് വെളിവാക്കി പറയണം. അല്ലാതെ ക്ക് എന്ന് നമ്മൾ ഉച്ചരിച്ചാൽ പോരാ. അതുപോലെ ബാഇന് സുക്കൂനാണെങ്കിൽ ബ് അങ്ങനെ പോരാ, ബ് എന്ന് വ്യക്തമായിട്ട് തന്നെ പറയണം. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിലുള്ള ഭാഗങ്ങൾ. ഒന്നാമത്തെ സിഫത്ത് ഹംസ്, രണ്ടാമത്തത് രഹവ്, മൂന്നാമത്തത് ഇസ്തിഉലാ, നാലാമത്തത് ഇത്ബാഖ്, 5 ഖൽഖല. പിന്നെ അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ ഉദ്ദേശം. ഇതിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് പരിശോധിക്കാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ചോദ്യ ഉത്തര ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.